മികച്ച ഒരു എഴുത്തുകാരിക കൂടിയാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. ഏറെ ആദരവോടെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. നമസ്തേ. നമസ്കാര വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, ഈ ഉത്സവപ്പറമ്പ് നിറഞ്ഞിരിക്കുന്ന ഭക്തജനങ്ങൾ, നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് പറയാനായിട്ട് സാധിക്കില്ല. കാരണം കഴിഞ്ഞ ഒരു 10 വർഷം എടുത്ത് നോക്കിയാൽ സനാതനികളായ ഹിന്ദുക്കളെല്ലാം ഞാൻ ഉൾപ്പെടെ അഭിനയിക്കുന്ന ടെലിവിഷൻ സീരിയലുകളുടെയും സിനിമകളുടെയും മുന്നിലായിരുന്നു. വിളക്ക് കത്തിക്കാൻ മറന്നുപോയ ഒരു ജനം, ജാതി വാല് കേട്ടാൽ മറ്റുള്ളവരെ അത് ഭയപ്പെടുത്തുന്നോ ഉണ്ടോ എന്ന് പേടിച്ചിട്ട് പല്ലിയുടെ വാല് മുറിച്ചു കളയുന്നത് പോലെ അത് മുറിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ജനം, ആ ജനക്കൂട്ടമൊക്കെ അതിനെല്ലാം മറന്നുകൊണ്ട് തെരുവുകളിൽ നാമം ജപിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയത് നമ്മൾ കണ്ടു. ഭക്തന്മാരുടെ കണ്ണുനീരാണ് വിഗ്രഹത്തിന്റെ ശക്തി, മൂർത്തിയുടെ ശക്തി. ഭക്തന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഊർജമാണ് വിഗ്രഹത്തിന്റെ ഊർജം. ഇതെല്ലാം നാം എല്ലാവരും തിരിച്ചറിഞ്ഞു അല്ലേ? ശബരിമല അമ്പലത്തിൽ നിന്നായാലും കേരളത്തിലെ ഏത് ശ്രീകോവിലിൽ നിന്നായാലും നിങ്ങൾക്ക് അവിടെയുള്ള വിഗ്രഹം ഉൾപ്പെടെയുള്ള എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളും എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഭക്തന്റെ ഉള്ളിലെ ചൈതന്യത്തിൽ നിന്നും ഉയർന്നിരിക്കുന്ന മൂർത്തിയുടെ ശക്തിയെ ആർക്കും എടുത്തുകൊണ്ടു പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും നിറഞ്ഞു കവിഞ്ഞ ജനസഹസ്രത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ പുരുഷാരത്തെ വന്ദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നമസ്തേ, നമസ്കാരം. വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിൽ